ബിക്കോസ് പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല. ഒട്ടും ക്ലീൻ അല്ലാത്ത, ഡോറൊന്നും മര്യാദക്കില്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 സിനിമകളിലും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല. ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും എന്ന് പറഞ്ഞ് സംസാരവും ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഈ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പൊ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മനസ്സിലായല്ലോ. സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ഗവൺമെന്റ് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണത്? സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും. പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 15 ആൾക്കാർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, സൂപ്പർ സ്റ്റാറുകൾ അടക്കം ആ ഗ്രൂപ്പിലുണ്ടെന്നുള്ളതാണ്. അവരൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നുവെന്നും അവരാണ് സിനിമയെ ഭരിക്കുന്നത് എന്നും ഒക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വേറെ 1-2 കാര്യങ്ങളെ കുറിച്ച് ഒരു ചർച്ച നടത്തണമെന്ന് തോന്നി. അതാണ് ആ റിപ്പോർട്ടിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഒരു പക്ഷെ ഭാവിയിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് കാരണമായി മാറ്റം ഉണ്ടായേക്കാവുന്ന 2 കാര്യങ്ങളും കൂടിയാണിത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് പല സിനിമാ സെറ്റുകളിലും അഭിനയിക്കാൻ വരുന്ന ആളുകൾക്കടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിരുന്നില്ല എന്നുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കാനോ ടോയ്ലറ്റ് പോകാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നർത്ഥം. ആ രീതിയിലാണ് പല സിനിമാ സെറ്റുകളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആരെങ്കിലും സിനിമാ ഷൂട്ടിങ്ങിനിടെ ഇതൊന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞാൽ യാതൊരു വൃത്തിയും ഇല്ലാത്തൊരു ബാത്റൂം കാണിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയി കാര്യം സാധിക്കാൻ പറയും. ഇതായിരുന്നു കാലങ്ങളോളായി മലയാളം സിനിമാ ഫീൽഡിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ മനുഷ്യന് അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താണ് അവസ്ഥ? എത്രത്തോളം ഭീകരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിലൊന്നും കാലങ്ങളോളമായി ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അഭിനയിക്കാൻ വരുന്ന പലരും അതിനോട് അഡ്ജസ്റ്റ് ആവാനാണ് പതിവ്. ഇപ്പൊ അതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് തുറന്ന് സംസാരിച്ച ഏക നടി എന്ന് പറയുന്ന സംയുക്തയാണ്. സംയുക്ത 5-6 മാസം മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. And I wonder why. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക്, നമ്മുടെ സ്പേസിന്, നമ്മുടെ ടൈമിന്, ഇതെല്ലാത്തിനും ഒരു റെസ്പെക്ട് തരിക എന്ന് പറയുന്നത് വലിയൊരു, ഞാൻ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിപ്പോയിട്ടുണ്ട്. ബിക്കോസ് പെട്ടെന്ന് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുമ്പം സംടൈംസ് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് വാസ് ഗോയിങ് റോങ്, അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് ആദ്യം മനസ്സിലാവണ്ടേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാവണ്ടേ. ഒരു എക്സാമ്പിൾ പറയോ? ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ജേർണി തന്നെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഫോർ യു സംയുക്ത. പക്ഷെ തുടക്കത്തില് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ദാറ്റ് മേഡ് യു തിങ്ക്? ബിക്കോസ് പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെട്ടെന്ന് വാഷ്റൂം അവൈലബിൾ അല്ല, നമ്മൾ ഒരു ഒട്ടും ക്ലീൻ അല്ലാത്ത, ഡോറൊന്നും മര്യാദക്കില്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുമായിരുന്നു. കുറച്ച് നാളെടുത്തു അത് ഓക്കെ അല്ല എന്ന് പറയാനായിട്ട്. ബിക്കോസ് ഇറ്റ് ഈസ് മൈ വർക്ക് സ്പേസ്, ഇറ്റ് ഈസ് ബിസിനസ്. സോ ഒരു ആക്ടർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് നോട്ട് ഡിമാൻഡിങ് എനിക്ക് ഭയങ്കര സംഭവം വേണമെന്നല്ല, പക്ഷെ ക്ലീൻ ആയിട്ട് വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു വർക്ക് സ്പേസിലെ ബേസിക് കാര്യമാണ്. അതെനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതാണ് പല സിനിമാ സെറ്റുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. സംയുക്ത എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നൊരു നടിയാണ്. അത് കാരണമായിട്ട് പുള്ളിക്കാരിക്ക് കുറച്ചു കാലം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കേണ്ടി വന്നെന്നുള്ളതാണ്. കുറച്ചു കാലം പുള്ളിക്കാരി തെലുങ്ക് സിനിമകൾ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പുള്ളിക്കാരി തിരിച്ചു വരുന്നുണ്ട്. സംയുക്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംയുക്ത കൊടുത്ത ഇന്റർവ്യൂ ആണിത്. ഇതാണ് പലരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. മര്യാദയ്ക്കൊന്ന് മൂത്രം ഒഴിക്കാനോ ടോയ്ലറ്റ് പോകാനോ പറ്റാത്ത അവസ്ഥ. ഒരുപക്ഷെ ആണുങ്ങളായിട്ടുള്ള പല ആക്ടേഴ്സിനും ഇത് വലിയ പ്രശ്നമായിരുന്നില്ലേക്കാം. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു പറമ്പ് വിട്ട കാര്യം സാധിക്കാം. എല്ലാവരും അല്ല, ചിലർ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ആൾക്കാർക്കും അവർക്ക് ടോയ്ലറ്റ് പോകാൻ, അവരുടെ കാര്യങ്ങൾ സാധിക്കാനോ നല്ലൊരു ടോയ്ലറ്റ് വേണ്ടി വരും. അങ്ങനെ കിട്ടിയാൽ മാത്രം ടോയ്ലറ്റ് പോകുന്ന ആളുകളാണ് ഒട്ടുമിക്ക സ്ത്രീകളും. അവർക്കൊക്കെ ഇത്തരം സിനിമാ സെറ്റുകളിൽ ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിരിക്കും. ഇതേ കാര്യം തന്നെ പാർവതി ദുർവത്ത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള പേരാണ് ബാത്റൂം പാർവതി എന്നുള്ളത്. ഞാൻ AMMയിൽ ഉള്ളായിരുന്ന സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്തുകൊണ്ടാണ് ബാത്റൂം എന്നുള്ളൊരു വ്യവസ്ഥ, സാനിറ്റേഷൻ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇത് പറയുമ്പോഴും അതിനെതിരെ നമ്മളാണ് മോശക്കാര്. അവിടെയും ആ സമയത്ത് ഒരുപാട് ഓൾഡർ ആക്ടേഴ്സ്, പ്രായം വന്നിട്ടുള്ള ആക്ടേഴ്സ്, സ്ത്രീകളും പുരുഷന്മാർക്കും അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായിട്ടും അവർക്ക് ബാത്റൂം
അറേഞ്ച് ചെയ്ത് കൊടുക്കാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ തുറന്നു പറഞ്ഞതിലാണ് പാർവതിക്ക് ഒരുപാട് പീഡനങ്ങൾ മലയാള സിനിമയിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രായമായവർക്ക് പോലും നല്ലൊരു ബാത്റൂം ഫെസിലിറ്റി നൽകുന്നില്ല എന്ന് പറഞ്ഞ എന്താണ് അവസ്ഥ? ഈ കാര്യം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ഒരു പക്ഷേ റിപ്പോർട്ട് പുറത്തു വരുന്നത് വഴി ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് കരുതാം. അതല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഭാവിയിൽ സർക്കാർ തന്നെ നിർദ്ദേശിക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പൊ അതൊരു കാര്യം, അതൊരു സൈഡ് കൂടെ പോകുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മാറ്റം വരേണ്ട ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചാണ് മെയിൻ ആയിട്ട് ചർച്ചകൾ വേണ്ടത്. കാസ്റ്റിംഗ് കൗച്ചിങ്, അതായത് സിനിമകളിൽ അവസരം കിട്ടാൻ വേണ്ടി സ്ത്രീകൾ പലപ്പോഴും കിടപ്പറ പങ്കിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പലരും ഇപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്തായാലും അതിൽപ്പെട്ട ഗായത്രി സുരേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഗായത്രിനെ കാണുമ്പോൾ സീരിയസ് ആയിട്ട് ചോദിക്കണം എന്ന് ഓർത്തൊരു കാര്യമുണ്ട്. ഏതോ ഇന്റർവ്യൂവിലും അതിന് മുമ്പും നമ്മൾ എപ്പോഴും സംസാരിച്ച് പോകുന്നത്, അതായത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആസ് ആൻ ആക്ട്രസ് ഓർ ആക്ടേഴ്സിന് വരാം. അപ്പോൾ അതിൽ ഇപ്പം ഈ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി അത് ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം അത് ആക്ച്വലി സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. അയ്യോ, അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞത്, ആ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്യുന്ന. അതെ, എന്നോട് കുറെ ടീംസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ പറയാ, കോംപ്രമൈസിന് തയ്യാറാണോ, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓൾ അപ് ടു അസ് ചേട്ടാ, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു എന്നുള്ളതിനനുസരിച്ചേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് സട്ടിലായിട്ട് ഡീൽ ചെയ്ത് വിടാം. കാരണം ആൾക്കാർ എന്തായാലും ചോദിക്കും, എന്തായാലും ചോദിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു, അല്ലാതെ ആരും നമ്മളെയൊക്കെ റേപ്പ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും വരില്ല. ആ തരത്തിലൊന്നും ഡേഞ്ചറസ് അല്ല. ഓൺ ദി സ്പോട്ടിൽ നോ പറയുന്നതുണ്ടാവും അല്ലേ? അതെ 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 അതെ. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ അങ്ങ് അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനെതിരെ പോരാടാനൊന്നും, അവര് ചോദിക്കണല്ലേ ഉള്ളൂ. നമ്മളിപ്പോ അതെ, അവര് ചോദിക്കണല്ലേ ഉള്ളൂ. നമ്മൾ നോ പറഞ്ഞാൽ അവിടെ തീർന്ന കാര്യം. ഇപ്പൊ ഗായത്രി സുരേഷിന് ഇതേ നിലപാട് തന്നെയാണ് പലരും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് അല്ലെ. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അടക്കമുള്ള പലരും ഈ നിലപാടിലൂടെ പോകുന്ന ആൾക്കാരാണ്. പലരുടെയും നിലപാടുകൾ ഇന്നലെ ന്യൂസുകളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു നിലപാടിൽ തന്നെ ആയിരുന്നു ഞാനും. ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നോ പറഞ്ഞ അവിടെ തീർന്ന്, അതിനപ്പുറത്തേക്ക് ഇവിടെ യാതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഇതിനെ മറ്റൊരു ആംഗിളിലൂടെ നോക്കുന്ന സമയത്ത് ഇതിന് ഭീകരമായിട്ടുള്ള മറ്റൊരു വശം ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ സിനിമാ സ്വപ്നങ്ങളുമായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ പലപ്പോഴും ഇല്ലാതായി തീരുന്നത്. അതല്ലെങ്കിൽ അവർ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് എന്താണെന്നല്ലേ. ഇപ്പൊ ഇന്നലെ പാർവതി ഏഷ്യാൻ ന്യൂസുമായി സംസാരിക്കുന്ന സമയത്ത് ഇതേ ചോദ്യം തന്നെ അവതാരക ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള പാർവതിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം. കുറെ പേര് ഇതിങ്ങനെയാണ്, കീഴ്വഴക്കം ഇങ്ങനെ തന്നെ വേണ്ടി വരും, അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനിങ്, അത് ഈ ഫീൽഡിലാണോ നടക്കുന്നത്, പുറത്താണോ? ഇറ്റ് ഇസ് ബോത്ത് വേസ് ആക്ച്വലി. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പം എല്ലാത്തിനും നമ്മൾ ഉണ്ട്. അത് ആ ഒരു എൻടൈറ്റിൽമെന്റ് ഒരു സ്ത്രീ എന്നുള്ള ഒരു രൂപത്തിന്റെ മേത്തുണ്ട് എന്നുള്ളത് ഒരു സൊസൈറ്റൽ കൾച്ചറൽ കണ്ടീഷനിങ്ങുമാണ്. അതൊരു ചിക്കൻ ആണോ എഗ് ആണോ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പലർക്കും പറഞ്ഞാൽ കത്തില്ല എന്ന് തോന്നുന്നു. പുള്ളിക്കാരെ ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന മറ്റൊന്നല്ല. ഇപ്പൊ പല സിനിമാ സ്വപ്നങ്ങളുമായി ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന പല പെൺകുട്ടികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് കരിയറിൽ ഉയർച്ച ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് വല്ല ഉയർച്ചകളൊന്നും ഇല്ലാത്ത അവസ്ഥ വരുന്നു. മനസ്സിലായോ? അതായത് സ്ത്രീകൾക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവേണ്ടി വരും. അതൊരു കണ്ടീഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മുടെ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ പലരും കണ്ടിട്ടുണ്ടാകും. അതിൽ അഭിനയിച്ചൊരു നടിയുണ്ട്, ഗായത്രി വർഷ എന്നും പറഞ്ഞുകൊണ്ട്. ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പട്ടാളക്കാരന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവരെ ഒരു ദിവസം മുന്നേ റിപ്പോർട്ടർ ടിവിയിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഇപ്പൊ എനിക്ക് മറ്റൊരാളുടെ അനുഭവം പറയാൻ പറ്റില്ല. ഞാൻ സി എ ഡി ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് 94-ൽ. അതിനുശേഷം 3 സിനിമകൾ, അന്നത്തെ മനോരമ, മാതൃഭൂമി ഒക്കെ ഉൾപ്പെടെയുള്ള ഡെയിലികൾ 3 സിനിമ പലപ്പോഴായി ഗായത്രി നായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 സിനിമകളിലും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല. ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും വന്ന് പറഞ്ഞ സംസാരവും ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പദവിയാണെന്ന്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ എന്ന് പറയും. അത് ഗായത്രിയോട് നേരിട്ട് പറഞ്ഞോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗായത്രിയോട് പറഞ്ഞു. സംവിധായകന് വേണ്ടിയിട്ട് എന്നോട് നേരിട്ട് പറയുന്നു. അതേ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരേ സെന്റൻസിൽ സിനിമ ഒഴിവാക്കി പോയവളാണ് ഞാൻ. പക്ഷെ അങ്ങനെ എത്ര പേര് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഗായത്രിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആ സമയത്ത്? ഞാൻ ആ സിനിമ ഒഴിവാക്കി പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. അല്ല, അങ്ങനെ പ്രതികരിക്കേണ്ട ഒരിടല്ല. നമുക്ക് സിനിമ ഒഴിവാക്കി പോവുക എന്നുള്ളത് മാത്രം. എന്റെ 19ാമത്തെ വയസ്സിലാണിത്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയാത്ത എന്റെ പ്രായത്തിലാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഗായത്രി ചോദിച്ചില്ലേ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് സുഹൃത്തെ ചോദിച്ചത്?
അതോ ഗായത്രി അപ്പോൾ ഏകദേശം ഊഹിക്കാൻ പറ്റുമായിരുന്നു? അത് ഏകദേശം ഊഹിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു സംസാരം പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാംസ്കാരിക നിലവാരമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഊഹിക്കുകയും ആ സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയിലേക്കുള്ള എൻട്രിക്ക് മുമ്പ് തന്നെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ വരുന്നു എന്നുള്ളത് ഈ കമ്മിറ്റിയിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഗായത്രിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അനുഭവമുള്ള അരുണ് വെച്ചതല്ലേ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ആശാൻ. ആ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഈ ഗായത്രി വർഷയുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി കാണുമല്ലോ. 3 സിനിമകളിൽ നായകാവേശം തേടി വന്നതാണ് ഈ നടിയെ അല്ലേ. പക്ഷെ ആ 3 സിനിമകളിലും ഈ നടിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അഭിനയിക്കുകയാണെങ്കിൽ ഡയറക്ടറുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അതിനവര് തയ്യാറാവാത്തത് കൊണ്ട് അവരുടെ സിനിമാ കരിയർ അവിടെ അവസാനിച്ചു. അവരുടെ സിനിമാ മോഹം അവിടെ പൊരിഞ്ഞു പോയി എന്നുള്ളതാണ്. നേരെ തിരിച്ചുള്ള സിനേറിയങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവരവിടെ ഡയറക്ടറുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിരുന്നെങ്കിലോ ഇന്നൊരു പക്ഷേ മുൻനിര നായികമാരിൽ ഒരാളായി ഗായത്രി വർഷ വിരസിയേനെ. അവിടെയാണ് ഇതിന്റെ ഒരു ഭീകരാവസ്ഥകൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് ഇന്ന് മലയാള സിനിമയിൽ മുൻനിരയിൽ നിൽക്കുന്ന നായികമാരെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി വന്നവരാണെന്നല്ല കേട്ടോ അർത്ഥം. അങ്ങനെ വിചാരിക്കേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഗായത്രി വർഷയെ പോലെ എത്രയോ പെൺകുട്ടികൾ ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാതെ കരിയർ അവസാനിപ്പിച്ച് പോയിട്ടുണ്ടാകും. മലയാള സിനിമയിൽ ഒരുപാട് നായകന്മാർ മുമ്പ് വന്നു പോയിട്ടുണ്ട് അല്ലേ. അതിൽ 75% നായകന്മാരെയും നമ്മൾ 1-2 സിനിമകൾ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാകാൻ കാരണം അവർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാതെ കിറ്റ് ചെയ്ത് പോയതാകാം. ഒരുപക്ഷെ പുറം ലോകത്തോട് അവർക്ക് അത് വിളിച്ചു പറയാൻ പറ്റാത്തത് കൊണ്ടാകാം. അപ്പൊ ഈ ഒരു പ്രവണത അവസാനിക്കേണ്ടതില്ലേ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിവിനേക്കാൾ ഉപരി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ മാത്രം കരിയറിൽ ഉയർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത്, സിനിമയിൽ ഉയർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ്. ഇനിയെങ്കിലും ഇത്തരം പ്രവണതകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇല്ലാതാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. ഇതിപ്പോ സിനിമയിൽ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ പല കോർപ്പറേറ്റ് കമ്പനികളിൽ നടക്കുന്ന എന്താണ്, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പല സ്ത്രീകളും ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വഴങ്ങി കൊടുക്കാറുണ്ട് അല്ലെ. ചില സ്ഥലങ്ങൾ അത് നിർബന്ധമാണ്. അവിടെയും മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു പ്രവണത ഇനിയെങ്കിലും അവസാനിക്കണം. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.